എന്താ എന്താ ഗായത്രി 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 പോയി. എന്റെ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ പോവാണ്. ഓർക്കാനാവാത്ത തെറ്റാ ഞാൻ ഏട്ടനോട് ചെയ്യുന്നതെന്നറിയാം. എന്തു ചെയ്യാനാ? ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഒരുപാട്. ഉണ്ണിയേട്ടനെ പിരിയാൻ എനിക്കാവില്ല. ചേട്ടൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ശപിക്കരുത്. മോനെ, എന്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാ നിന്നെ അവളെ ഞാൻ കരുതിയിരുന്നത്. അവള് പോയി. ഒക്കെ എന്റെ തെറ്റാ. ഇനി ഇവിടെ എന്റെ ആവശ്യമില്ല. ഞാൻ പോവാ രാമൻകുട്ടി. പോയിക്കോ, പോകണ്ടവരൊക്കെ പോയിക്കോ. ആരൊക്കെ പോയാലും ഈ രാമൻകുട്ടി ചാകാനൊന്നും പോകുന്നില്ല. എന്താ നോക്കുന്നത്? നിനക്കും പോണോ? മുതലാളി പൊക്കോടാ. മോനെ, എന്റെ രാമൻകുട്ടി പാവം. നീ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവണം. ഇറങ്ങി വാ. ഉണ്ണേട്ടാ, എന്താ ഇവിടെ? ഞാൻ നോക്കിയിട്ട് ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. എന്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ട് പോയാ എന്താ ഉണ്ടാവും നിനക്ക് അറിയാവുന്നതല്ലേ? ഞാൻ അതോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ നിന്റെ വീട്ടിലേക്ക് പോവാന്ന് വെച്ചാ രാമേട്ടൻ തല്ലിക്കൊല്ലും. ചെകുത്താന്റെ കടലിന്റെ നടുവിലാണ് നമ്മൾ. അതുകൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇവിടെ കൂടിയാലോ. അല്ലാതെ ഒരു നിവൃത്തിയില്ല മോളെ. അതെ, ഇങ്ങനെ മൂഡൌട്ടായി നിൽക്കാനുള്ള ദിവസമല്ലെന്ന്. ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം. ആദ്യ രാത്രി ഈ ഹോട്ടലിൽ കഴിയാനായിരിക്കും നമ്മുടെ വിധി. സംഭവിച്ച എല്ലാം നല്ലത്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് വിശ്വസിക്കാം. വാ, ബാഗ് എടുക്കാൻ മറക്കണ്ട. എടുത്തോ. അമ്മേ, ഇവിടെ നമ്മൾ ആരും കണ്ടുപിടിക്കില്ല. ന്യൂ കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. യുവർ ഗുഡ് നെയിം പ്ലീസ്? സദാശിവൻ. അഡ്രസ്? പുത്തൂരം വീട്, വെയ്യോ, എറണാകുളം, കോഴിക്കോട് 12. കോഴിക്കോട് എറണാകുളം? കോഴിക്കോട് അങ്ങനെ ഒരു കുളമുണ്ട്. കീ ഒന്ന് തരൂ, പെട്ടെന്ന് ബാത്റൂമിൽ പോകണം, അത്യാവശ്യമായിട്ട്. അതുകൊണ്ടാ. എന്തെങ്കിലും വേണോ സാർ? ഒന്നും വേണ്ട. ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണ്. ആരും ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ ഇയാൾ ഈ മുറി പുറത്തുനിന്ന് പൂട്ടിട്ട് പോയിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റിസപ്ഷനിൽ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. താക്കോലോ. ഓക്കെ? ഇപ്പഴാ ശ്വാസം നേരെ വീണത്. ഒന്ന് ചിരിച്ചേ. എയർ കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ. ഏതായാലും ഞാനൊന്ന് താമസിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. കിട്ടിയതിരിക്കട്ടെ, വാടക കൊടുക്കാം. ഒരു റൂം വേണമല്ലോ. സദാശിവൻ, പുത്തൂരം വീട്. സാറിന്റെ പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക് യു. ഉദ്ദേശം തന്നെ നടക്കട്ടെ. മുറി കയറി ഉള്ളതും തപ്പിക്കൊണ്ട് സ്ഥലം വിടാം. പരിചയമില്ലാത്ത സ്ഥലവുമാണ്. മുറി അവിടെ. അത് ശരി, ഇതാണല്ലേ മാഡം. നന്ദി കെട്ട നായേ, എങ്ങനെ ധൈര്യം വന്നു നിനക്കിതിന്? നിന്നെയൊക്കെ വളർത്തി വലുതാക്കാൻ എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞവളാണ് ഈ ദുർഗ. സമ്മതിക്കില്ല ഞാൻ എന്നെ തോൽപ്പിക്കാൻ. ഈ നിമിഷം ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്ക്. മേലിൽ ഇവളെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ചേച്ചി മിണ്ടരുത്. എങ്ങോ കിടന്ന ഒരുത്തിയെ പുത്തൂരം വീട്ടിലെ മരുമകളാക്കാൻ എന്റെ സമ്മതം കിട്ടില്ല. തറവാടിന്റെ അന്തസ്വാഭിജാത്യവും കളഞ്ഞു കുളിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. മതി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇവളെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്നവളാ. അതുകൊണ്ട് പുത്തൂരം വീടിന്റെ അന്തസ്സ് കളയാതെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഇനി ഒരിക്കലും ചേച്ചിയെ വന്ന് കാണില്ല. പോവാം. ചേച്ചി ക്ഷമിക്കണം. ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ഉറപ്പാണോ? ഉറപ്പാ. ശരി, എങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. നിനക്കും ഇവൾക്കും പുത്തൂരം വീട്ടിൽ താമസിക്കാം. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല.
തൽക്കാലം ഈ വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. തറവാട്ടിലെ വേറൊരു കുഞ്ഞു പോലും ഇത് അറിഞ്ഞു പോരുത്. അറിഞ്ഞാൽ ഞാൻ പറഞ്ഞത് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കഴിയാം. ഗായത്രി, സമ്മതാണ് ചേച്ചി. ഗായത്രി, വേണ്ട, എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാ. നമുക്ക് ചേച്ചി പറയുന്ന അനുസരിക്കാം. ഗായത്രി, അടുത്തൊന്നും പറയരുത്. വാതിൽ ശരിക്കും പൂട്ടിയോ? പിന്നെ നിധി ഇരിക്കയില്ലേ ഇതിന്റെ അകത്ത്? എന്താ? കഴിഞ്ഞതെല്ലാം രാമേട്ടൻ മറക്കണം. ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ, എനിക്ക് മാപ്പ് തരണം. എടി കൊച്ചേ, നിനക്ക് വേറെ യാതൊരു പണിയില്ലേ? കുറച്ചു ദിവസം നീ എന്റെ പുറകെ നടന്ന് മാപ്പാക്കണം മാപ്പാക്കണം എന്ന് പറയുന്നു. എന്ത് കഷ്ടായത്. ശരിയാ, എന്തൊരു കഷ്ടത്. കുട്ടി, ഈ രാമൻകുട്ടി മുതലാളിയെ കുട്ടിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടാ. മുതലാളി ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. മുതലാളി ഒരു മാപ്പ് കൊടുത്തു. ഉണ്ടെങ്കിൽ കൊടു, ഇല്ലെങ്കിൽ പോവാ. ആ വഴി മാറി, എനിക്ക് പോണം. പോണെ പൊയ്ക്കോ. എന്നോട് ക്ഷമിച്ചൊന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. പോവണ്ട, ഒരു പായം തന്നെ എടുത്തു തരാം. തിരിച്ച് കടന്നോ ഇവിടെ. നീ എവിടെ പോവാ? അല്ല, പായം തല മതിയത്. ഇവിടെ പോയില്ലേ? ഇതുവരെ പോയില്ലേ? കൊടുക്കാനല്ല അങ്ങോട്ട് കൊടുത്താ അതങ്ങ് പോവില്ല മുതലാളി. എന്ത് മാപ്പ്? പാപ്പോ? ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞ. ആ, ക്ഷമിച്ചു നീ എന്ന് പറഞ്ഞാ മതി. ക്ഷമിച്ചു 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 പൊക്കോ. ഇതായി പോണില്ലേ? പോണില്ല. എന്താ പിന്നെ? അയ്യേ മുതലാളി, ഇന്ന് നീ ഈ ദുർഗയുടെ കാൽച്ചുവട്ടിലാണ്. നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തും. ഒടുവിൽ സഹിക്കാനാവാതെ നീ ഇവിടുന്ന് ഓടിപ്പോകും. അതുവരെ ഈ പുത്തൂരൻ തറവാടിനോട് നീ ചെയ്ത വലിയ തെറ്റിനുള്ള ശിക്ഷ ഞാൻ തന്നുകൊണ്ടേയിരിക്കും. എനിക്ക് വേണ്ടി നീ ഒരുപാട് സഹിക്കുന്നുണ്ട്. ഇനിയും ഞാനത് മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ല. മതി, എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നിന്നെ സംരക്ഷിക്കാനുള്ള തന്റെ എനിക്കുണ്ട്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. അരുത്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഒക്കെ ശരിയാവും. എന്നെ ഓർത്ത് ഉണ്ണേട്ട് വിഷമിക്കാതിരുന്നാ മതി. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് നമ്മുടെ വീടല്ലേ, എല്ലാം സഹിക്കാം. ആരോ വരുന്നുണ്ട്, ഞാൻ പോവാ.